നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറുക്ക് വഴിയിലൂടെ എങ്ങനെ കാശുണ്ടാക്കാം, അതിനായി എന്തൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടത്താം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ കേട്ട വാർത്ത, അയർലൻഡിലേക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റുമാരെ റിക്രൂട്ട് ചെയ്ത് കോടികൾ തട്ടിയ കഥയായിരുന്നു എങ്കിൽ, ഈ ആഴ്ച നമ്മൾ കേൾക്കുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള ഇംഗ്ലീഷ് പരിജ്ഞാന ടെസ്റ്റിന് കുറുക്ക് വഴിയിലൂടെ പാസ്സായി ആ സർട്ടിഫിക്കറ്റുമായി UK, അയർലൻഡ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ നേഴ്സുമാരെ അടക്കം നൂറുകണക്കിന് ആളുകൾക്കെതിരെ UK ഓവർസീസ് രജിസ്ട്രേഷനും അയർലൻഡ് NMBI രജിസ്ട്രേഷനും നോട്ടീസ് അയച്ചു തുടങ്ങി എന്ന് കേൾക്കുന്നു. വീഡിയോയുടെ വിശദവിവരങ്ങളിലേക്ക് പോകും മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ട, തികച്ചും ഭീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള തട്ടിപ്പുകളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന ഈ തട്ടിപ്പ് വിദേശ രാജ്യങ്ങളിലേക്ക് നേഴ്സായി ജോലി കിട്ടണമെങ്കിൽ, അതായത് ഓസ്ട്രേലിയ, കാനഡ, UK, അയർലൻഡ്, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഒരു നേഴ്സായി കടന്നു പോകണമെങ്കിൽ അതിൻ്റെ ആദ്യഘട്ടമായ ഇംഗ്ലീഷ് യോഗ്യതാ പരീക്ഷയ്ക്ക്, അതായത് IELTS അല്ലെങ്കിൽ OET, ഇതിലെ OET എന്ന പരീക്ഷയിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു. OET പരീക്ഷയിൽ തട്ടിപ്പ് കാട്ടിയെന്ന് അധികൃതർ കണ്ടെത്തിയ നേഴ്സുമാർക്ക് എതിരെ UK ഗവൺമെൻറ് നടപടി ആരംഭിച്ചു. ഇതിൻ്റെ തുടർച്ചയായി അയർലൻഡിലും NMBI ഇങ്ങനെ ക്രമക്കേട് നടത്തി രജിസ്ട്രേഷൻ സമ്പാദിച്ച നേഴ്സുമാരെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പല നേഴ്സുമാർക്കും നോട്ടീസ് അയച്ചു എന്നാണ് പല ഓൺലൈൻ പത്രങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. 2021 ഒക്ടോബറിൽ ചണ്ഡീഗഡ് സെൻറ്ററിലൂടെ OET സർട്ടിഫിക്കറ്റ് നേടിയ ഏതാനും നേഴ്സുമാരെയാണ് സംശയകരമായ സാഹചര്യത്തിൽ ബ്രിട്ടനിലെ NMC, അതായത് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ കണ്ടെത്തിയത്. തുടർന്ന് അവരോട് വിശദീകരണവും തേടി. അയർലൻഡിലെ NMBIയും തട്ടിപ്പ് സംബന്ധിച്ച വിശദമായ പരിശോധന നടത്തുമെന്നാണ് സൂചന. 2021 ഡിസംബർ മുതൽ 2023 ഡിസംബർ വരെയുള്ള കാലയളവിൽ ചണ്ഡീഗഡ് സെൻറ്ററിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകിയവർക്കാകും പരിശോധന പ്രശ്നമാവുക. നിശ്ചിത സമയത്ത് ചണ്ഡീഗഡ് സെൻറ്ററിൻ്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി തരപ്പെടുത്തിയവരുടെ രേഖകളാകും പരിശോധിക്കുക. എങ്ങനെയെങ്കിലും OET B സ്കോർ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. വിദേശ രാജ്യങ്ങളിൽ ലക്ഷങ്ങൾ കൈപ്പറ്റുന്ന ജോലിയും ഒപ്പം ആഡംബര ജീവിതം നയിക്കാനുള്ള ഉപാധിയുമായി എന്ന് വിചാരിച്ച് ലക്ഷങ്ങൾ കൈക്കൂലി കൊടുത്ത്, കയ്യിൽ പൈസ ഇല്ലാത്തവർ ലോൺ എടുത്തും കടം വാങ്ങിയും കാശു കൊടുത്ത് OET ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർത്തി കള്ളത്തരത്തിലൂടെ പാസ്സായി എത്തിയവർ സൂക്ഷിച്ചു കൊള്ളുക. പിടി വീഴും ഉറപ്പാണ്. കഴിഞ്ഞ 4-5 വർഷത്തിനകത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള മുഴുവൻ ആളുകളുടെയും OET സർട്ടിഫിക്കറ്റുകൾ പുനഃപരിശോധിക്കണം എന്നാണ് ഞങ്ങളുടെയും ആവശ്യം. പലതവണ ഈ എക്സാം എഴുതി ഫെയിലായിപ്പോയ ആളുകളെ ടാർഗറ്റ് ചെയ്ത് ഓരോ മൊഡ്യൂൾസിനും പ്രത്യേകം ലക്ഷങ്ങൾ വാങ്ങിയാണ് ഈ ഏർപ്പാടുകൾ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് ചണ്ഡീഗഡിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. കേരളത്തിലടക്കം ഇന്ത്യ മുഴുവനും ഇതിൻ്റെ അന്വേഷണം ഉണ്ടാവണം. ഇങ്ങനെ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ അയർലൻഡിലെ ജോലിയുടെ രജിസ്ട്രേഷനും റദ്ദാകും. ഇത് സംബന്ധിച്ച പരിശോധനയുടെ ഭാഗമായി നോട്ടീസുകൾ നിശ്ചിത സമയപരിധിയിൽ, അതായത് ഇപ്പോൾ 2021 ഡിസംബർ മുതൽ 2023 ഡിസംബർ വരെയായി ലഭിച്ച സർട്ടിഫിക്കറ്റുകളുമായി ജോലി നേടിയവർക്ക് നോട്ടീസ് അയക്കുന്നതടക്കമുള്ള നടപടികൾ NMBIയും തുടങ്ങിക്കഴിഞ്ഞു. തട്ടിപ്പിൽ ഉൾപ്പെട്ടു എന്ന് കണ്ടെത്തിയ 148 പേർക്കാണ് UKയിൽ ഓവർസീസ് രജിസ്ട്രേഷൻ നോട്ടീസ് നൽകിയത്. ഇപ്പോൾ അയർലൻഡിലെ NMBIയും 100ഓളം പേർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ചില OET പരീക്ഷാ സെൻറ്ററുകൾ വൻതുക വാങ്ങി ചോദ്യപേപ്പറുകൾ ഉദ്യോഗാർത്ഥികൾക്ക് നേരത്തെ നൽകുന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരണമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വ്യാജ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് നേടി ബ്രിട്ടനിൽ ജോലി തരപ്പെടുത്തിയ 500 നൈജീരിയൻ നേഴ്സുമാരെ NMC പുറത്താക്കിയിരുന്നു. നൈജീരിയയിൽ നിന്നുള്ള നേഴ്സുമാരുടെ വിശ്വാസ്യതയെ ഈ സംഭവം വിനാശകരമായി ബാധിച്ചിരിക്കുന്നു. സമാന അനുഭവം അയർലൻഡിലെ ഇന്ത്യൻ അപേക്ഷകർക്കും നേരിടേണ്ടി വരുമോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. തട്ടിപ്പിലൂടെ OETയിൽ ജയിച്ചവർ ഓരോരുത്തരും 20 ലക്ഷത്തിലധികം രൂപ വരെ സഹായിച്ചവർക്ക് പ്രതിഫലം നൽകിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്.
ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതായിരിക്കും. വരുന്ന വാർത്തകൾ അപ്പോൾ തന്നെ ഞങ്ങൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് ഒരു പ്രയാസവുമില്ല. പക്ഷേ ഇങ്ങനെ കള്ളത്തരത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പിടിവീഴും. അതുകൊണ്ട് നിങ്ങൾ മാത്രമല്ല പ്രയാസത്തിലാവുന്നത്, മറിച്ച് ഇനിയും വരുവാനിരിക്കുന്ന ഒരു തലമുറയും വളരെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് നല്ല നിലയിൽ ഈ രാജ്യങ്ങളിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് മുൻപേ എത്തിയവരും നിങ്ങൾ മൂലം സംശയത്തിൻ്റെ നിഴലിൽ ആയിത്തീരും. മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സപ്പോർട്ടും നിന്നും കിട്ടുകയുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകളിൽ എടുത്തു ചാടുന്നവർ സൂക്ഷിച്ചുകൊള്ളുക. ഇന്ന് സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.